Watch full episodes on Jio Hotstar. മോട്ടു എന്റെ മോനെ പിടിച്ചോ പിടിച്ചോ ഇപ്പൊ പിടിക്കാലോ. ശ്രമിച്ചു നോക്ക് മോനെ. ഒന്നുകൂടി ശ്രമിച്ചു നോക്ക് മോനെ. സൂക്ഷിച്ചേ. എന്താ ശ്രമിച്ചു നോക്ക് മോനെ. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തോൽവിയില്ല. വെരി ഗുഡ്. എന്റെ മിടുക്കം കുട്ടി. കണ്ടില്ലേ, പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തോൽവി ഉണ്ടാകില്ല. എന്റെ മോട്ടു നീ എന്തായി ചെയ്യുന്നേ? താഴെ ഞാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. നീയാണ് എന്റെ മേലിൽ കയറി ഡാൻസ് കളിച്ചത്. ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. സോറി, വെരി സോറി. എന്റെ മോട്ടു സ്വപ്നം കാണാനാണെങ്കിൽ കട്ടിലിന്റെ മേലെ കിടന്ന് കണ്ടാ പോരെ. അതിന് എന്റെ മേലിൽ എന്തിനാ ചാടി കയറുന്നേ? സോറി പത്തുലു. പിടിക്കേ പിടിക്കേ പിടിക്കേ. വാ, എന്നെ പിടിക്കാൻ വാ. ഞാൻ ഇപ്പൊ പിടിക്കും. അതെ, എന്തായി കാണിക്കുന്നത്? എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഒന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോ. എന്നെ വിട്ടേക്ക്. വിടാൻ. മോട്ടു എവിടേക്കാ കൊണ്ടുപോകുന്നത് പാപ്പേ? വിടാനല്ലേ പറഞ്ഞത്? എന്റെ മോട്ടു നീ എന്തായി ചെയ്യുന്നത്? മോട്ടു നീ കാല് വിട്. വിശക്കുന്നുണ്ടെങ്കിൽ പോയി ഭക്ഷണം കഴിക്ക്. എന്റെ കാലെന്തിനാ കഴിക്കുന്നേ? വിട് മോട്ടു. സോറി സോറി പത്തുലു, വെരി സോറി. എന്താ പറ്റിയ മോട്ടു? നീ എന്തിനാ എത്രയും വിഷമിച്ചിരിക്കുന്നത്? അറിയില്ല പത്തുലു, ഈയിടെയായിട്ട് മുഴുവനും സ്വപ്നത്തിൽ എന്റെ അച്ഛനാണ് വരുന്നത്. അച്ഛൻ സ്വപ്നത്തിൽ എന്നെ വിളിക്കുക. അപ്പൊ കുറച്ച് ഏലിയൻസ് എന്റെ അച്ഛനെയും കൊണ്ട് പോയി കളഞ്ഞു പത്തുലു. എന്നും ഈ സ്വപ്നം തന്നെയാണ് കാണുന്നത് ഞാൻ. ഇപ്പോഴൊക്കെ എന്റെ അച്ഛന്റെ ഓർമ്മ എന്നെ വല്ലാതെ അലട്ടുന്നു. അതേ പത്തുലു. മോട്ടു നീ വളരെ ചെറുപ്പമായിരുന്നപ്പോ ഒരു ദിവസം പെട്ടെന്ന് നിന്റെ അച്ഛനെ കാണാതായില്ലേ? പിന്നെങ്ങനെയാ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിന്റെ സ്വപ്നത്തിൽ വന്നത്? ഇത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഒരേപോലെയുള്ള സ്വപ്നം എന്തുകൊണ്ടാണ് വരുന്നത്? ഇതിന്റെ പുറകില് വേറെന്തോ ഇല്ലേ പത്തുലു? നാളെ രാവിലെ ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയി നമുക്ക് ചോദിക്കാം. പക്ഷെ നീ രാവിലെ വരെ ഉണർന്നിരിക്കണം, ഉറങ്ങാൻ പാടില്ല. നീ ഇതെന്താണ് ഈ പറയുന്നത്? നീ ഇപ്പൊ പറയേണ്ടത് എന്നോട് പോയി കിടന്ന് ഉറങ്ങാനല്ലേ? എന്നിട്ട് നീ പറയുന്നു എന്നോട് ഉണർന്നിരിക്കാൻ. ഉറങ്ങാൻ പറഞ്ഞ വീണ്ടും നീ സ്വപ്നം കണ്ടിട്ട് എന്റെ കാലെ പിടിച്ച് കടിച്ചാലോ, അല്ലെങ്കിൽ എന്റെ മേലെ ചാടി കയറും. അതുകൊണ്ടാണ് പറഞ്ഞത് ഉണർന്നിരിക്കേ. പിടിച്ചോ, നല്ല ചൂടുള്ള ചായ കുടിച്ചോളോ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ എന്താണ് ഈ ആലോചിക്കുന്നത്? ഓ എന്റെ ചങ്ക്, എന്റെ ബ്രോ മോട്ടു, എനിക്കും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ മെസ്സേജുകൾ വരുന്നുണ്ട് ചങ്ക്. അതിൽ നിന്റെ അച്ഛൻ നിന്നെ സഹായത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട് ചങ്ക്. അതെ മോട്ടു. മെസ്സേജ്? എന്ത് മെസ്സേജ്? ഇങ്ങോട്ട് വരൂ. നോക്ക്.
ഓ എന്റെ ചങ്കെ നോക്ക്, ഞാൻ ഈ പിയാനോ ഏലിയൻസുമായി സംസാരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. ഇത് വായിച്ച് കോഡ് വേർഡ്സ് ഏലിയൻസ് ഇങ്ങോട്ട് അയക്കാറുണ്ട് ചങ്കെ. പക്ഷെ ഈ കാര്യം ഏലിയൻസിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അവരിങ്ങനെ കോഡ് വേർഡ്സ് അയച്ചുകൊണ്ടേയിരിക്കും. നോക്ക് ചങ്ക നോക്ക്, പിന്നെ അവരുടെ മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾ ഈ മ്യൂസിക് ശ്രദ്ധിക്കേണ്ട, ആ മോണിറ്ററിലേക്ക് നോക്ക്. അവിടെ ഈ മ്യൂസിക്കിന്റെ കോഡ് ഡീകോഡായി ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം മോട്ടുന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെന്നാ. മാത്രമല്ല XR പ്ലാനറ്റിൽ എന്തോ അപകടത്തിൽ പെട്ടിരിക്കുക. പൊളിച്ചെടുത്തല്ലോ. ഇത് അതിശയമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത്രയും കാലം അദ്ദേഹം എവിടെയായിരുന്നു? എന്താണ് ചെയ്തിരുന്നത്? അതെന്താണെന്ന് ആർക്കും അറിയില്ല. മോട്ടുവിന്റെ അച്ഛൻ വലിയൊരു സയന്റിസ്റ്റ് ആയിരുന്നില്ലേ? അദ്ദേഹം ഏലിയൻസിനെ കുറിച്ച് റിസർച്ച് ചെയ്യായിരുന്നു. അദ്ദേഹം എല്ലാ ഏലിയൻസിനെയും ഭൂമിയിലുള്ളവരുമായി സുഹൃത്തുക്കളാക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തെ പെട്ടെന്ന് കാണാതായി. ചിലപ്പോ XR പ്ലാനറ്റിലെ ഏലിയൻസ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയതായിരിക്കും. എന്റെ അച്ഛ, നിങ്ങൾ എവിടെയാ ഉള്ളത്? എനിക്ക് എന്റെ അച്ഛനെ കാണണം. അച്ഛാ, എന്റെ മോട്ടു, ഇത് കമ്പ്യൂട്ടറാണ്, അല്ലാതെ നിന്റെ അച്ഛനൊന്നും അല്ല. എനിക്ക് എന്റെ അച്ഛനെ കാണണം. എനിക്ക് എന്റെ അച്ഛനെ കാണണം. അച്ഛാ, ഓയ് മോട്ടു എന്റെ ചങ്കെ, നിന്റെ അച്ഛനെ കാണണമെങ്കിൽ നമ്മള് പ്ലാനറ്റ് XRൽ പോകേണ്ടതായിട്ട് വരും ചങ്കെ. അതാണ് പ്ലാനറ്റ് XR. അച്ഛാ, ഞാനിതാ വരുവാണ്. അച്ഛാ, എവിടെ എവിടെ എന്റെ അച്ഛൻ? എനിക്കെന്താ ഒന്നും കാണാൻ പറ്റാത്തത്? ഓ എന്റെ മോട്ടു, ഇത് വെറും സാറ്റലൈറ്റ് ഇമേജ് ആണ്. ശാന്തമായിരിക്കെ, നീയൊന്ന് സമാധാനിക്കേ. അദ്ദേഹത്തെ നമുക്ക് തീർച്ചയായും കാണാം. ആ പ്ലാനറ്റ് XR എവിടെയായാലും ശരി, നിന്റെ അച്ഛനെ നമ്മൾ അവിടുന്ന് തീർച്ചയായും കൊണ്ടുവന്നിരിക്കും. തണുത്തോർണം എന്താ? ഓക്കെ, ബൈ. ജീവിതകാലം മുഴുവൻ ഈ കച്ചട തിന്നാ മതിയോ? നിങ്ങൾക്ക് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ? ഓഹോ, എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? നമ്മുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനോ? സാറ് നമ്മളെ ഇങ്ങ് താഴെ കഴിച്ചില്ലേ? നമുക്ക് മേലോട്ട് പോകാനും പറ്റില്ല. പിന്നെ നമ്മുടെ കയ്യിൽ അവര് മേളിൽ നിന്നിടുന്ന വേസ്റ്റ് അല്ലാതെ എന്താ ഉണ്ടാകുക? നിങ്ങൾ പറ. ഈ ജാം കൊള്ളാലോ, തിന്നു നോക്ക്. ആ ജാം നീ തന്നെ അങ്ങ് തിന്നാ മതി. എനിക്ക് തോന്നുന്നു നീ ആ ദിവസം മറന്നുപോയെന്ന്. നമ്മൾ മുകളിൽ ആ ടവറിലാ താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ എല്ലാവരും സ്വതന്ത്രരായിരുന്നു. അതൊക്കെ ഒരു കാലം. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്നാ കഴിക്ക്. ഇന്നത്തെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഹേ സുമി, എത്രയും വേഗം നമ്മൾ സാറിന്റെ അഹങ്കാരം ശമിപ്പിക്കാനുള്ള വഴി നോക്കിയേ പറ്റൂ. ആ സാർ, നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗാലക്സിയിലെ കാലാവസ്ഥ എങ്ങനെയുണ്ട്?
മോഹൻ സിംഗെ ഇവിടെ കൊണ്ടുവരൂ. അല്ല മോഹൻ സിംഗ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്റെ കൂട്ടുകാരാ, എന്റെ സഹോദര, സുഖം തന്നെയല്ലേ? ഒരു പ്രാവശ്യം എന്റെ കൺകെട്ടൊന്ന് അഴിച്ചതാ, അതിനുശേഷം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാവുന്നതല്ലേ, ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ലെന്ന്. കള്ളം പറഞ്ഞ കാക്ക കൊത്തും. എനിക്കാണെങ്കിൽ കാക്ക എന്ന് പറഞ്ഞ ഭയങ്കര പേടിയാ. അതുകൊണ്ട് ഞാൻ കള്ളവും പറയാറില്ല. നിങ്ങളെ തുറന്നു വിടും, തീർച്ചയായും തുറന്നു വിടും. പക്ഷെ അതിനു മുമ്പേ നിങ്ങൾ ആദ്യം എന്നെ ഇതൊന്ന് പഠിപ്പിച്ചു തരണം. അതായത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ മിഷനും കൊണ്ട് നിങ്ങളുടെ കണ്ണ് അല്ലെങ്കിൽ ബ്രെയിൻ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്. കൊള്ളാലോ ഇത്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ആകാശത്താണല്ലോ ഇരിക്കുന്നേ. അപ്പൊ ഭൂമിയിൽ ആരാ ഉണ്ടാവുക? ഞാൻ അതിനെ കുറിച്ച് കുറെ പഠിച്ചിട്ടുണ്ട് ചങ്ക്. ഇവിടുത്തെ നേതാവ് സാർ എന്ന പേരുള്ള ഒരുത്തൻ ഭയങ്കര ഭീകരനായ ഏലിയനാ. ആരെങ്കിലും അയാളോട് എതിർത്ത് സംസാരിച്ചാൽ അവനെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയും. അവിടെ ലേസർ നെറ്റ് കൊണ്ടൊരു ഫ്ലോർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുകളിലേക്ക് ആരും തിരിച്ചു വരാതിരിക്കാനാ ചങ്ക്. എന്റെ അമ്മോ, പിന്നെ നമ്മൾ ഈ സ്പേസ് ഷിപ്പ് എവിടെ ലാൻഡ് ചെയ്യിക്കും? സ്പേസ്ഷിപ്പ് ആകാശത്ത് തന്നെ നിൽക്കും ചങ്ക്. എന്നിട്ട് നമ്മൾ താഴേക്കും പോവും. ഞാൻ ശരിക്കും തയ്യാറായിട്ടാ വന്നിരിക്കുന്ന ചങ്ക്. വരൂ. കൊള്ളാം വലിയേട്ടാ, അങ്ങനെ ഫ്ലൈയിങ് കാർ കൊണ്ടുവന്നോ? ഇനി നല്ല രസമായിരിക്കും. എന്ത് നല്ല സ്ഥലമാണ്. ഇതെന്താ? ഹലോ ഓൾ സെക്യൂരിറ്റി, ദിസ് ഈസ് X001 ഹിയർ. റെഡ് അലേർട്ട്, റെഡ് അലേർട്ട്. ഏതോ അജ്ഞാത വാഹനം നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു. അതിൽ 5 പേരിരിപ്പുണ്ട്. സീ ഇമേജ് ഓൺ യുവർ മോണിറ്റർ. ക്യാച്ച് ദം, ക്യാച്ച് ദം. ഹലോ സെക്യൂരിറ്റി വാൾ, ദിസ് ഈസ് X71. ആ കാറിന്റെ ഫ്രണ്ടിലുണ്ട്, ഞാൻ അതിനെ പിടിക്കാൻ പോവുകയാണ്. ഗുസൂൺ 5 ഗുസു 7ന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. സോ 7 അലേർട്ട്, സോ 7 അലേർട്ട്. ഹലോ, ഐ ആം റെഡി. ദിസ് ഈസ് X101, ഐ ആം റെഡി. ഇവിടെ ശ്രദ്ധിക്കൂ കൂട്ടുകാരെ, എല്ലാവരും സദ്യ കഴിക്കാൻ റെഡിയായിരുന്നു. സദ്യയോ? അതിനിവിടെ ആരുടെ കല്യാണമാ? എവിടെയാണ് സദ്യ? എന്റെ മോട്ടു, നീ പിന്നിലേക്കൊന്ന് നോക്ക്. ഇവിടുത്തെ പോലീസുകാർ വരുന്നുണ്ട് നമ്മളെ പിടിക്കാനായിട്ട്. എന്തോന്ന് പോലീസ്? ഒരു ആർമിക്ക് പോലും നമ്മളെ പിടിക്കാൻ പറ്റൂല പത്തലു. എന്റെ വലിയേട്ട ഇങ്ങോട്ട് തരൂ, ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ. പത്തലു, നീ മുമ്പിലോട്ട് വാ.
നിർത്തവിടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കാറിനെ ഞാൻ ബ്ലാസ്റ്റ് ചെയ്യും. നിർത്തവിടെ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. മോട്ടോ, നീ വണ്ടി ഓടിച്ചോ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നോക്കാം. മമ്മി രക്ഷിക്കണേ, നമ്മളപ്പോ 4 ഭാഗത്ത് വളഞ്ഞിരിക്കാണ്. മമ്മി രക്ഷിക്കണേ. മിണ്ടാതിരിക്ക്. ഞാൻ നോക്കട്ടെ ഇവിടെ ആർക്കാ ഇത്ര ചങ്കൂറ്റമെന്ന്. ഓയ് മോട്ടു എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എഞ്ചിൻ ഓഫ് ചെയ്താ കാറ് താഴേക്ക് പോവും ചങ്ക. എനിക്ക് തോന്നുന്നത് ആരോ സാക്കിനോട് എതിർത്ത് സംസാരിച്ചു എന്നാ. ഇത് നോക്ക്, സെക്യൂരിറ്റി അവരുടെ പിന്നാലെ വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ നെറ്റ് ഡോർ നമ്മളെ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്നാണോ നമുക്ക് ഈ നെറ്റിന്റെ വാതിൽ തുറക്കാൻ പറ്റുന്നത്, അന്ന് നമ്മൾ പിന്നെയും അവിടേക്ക് തിരിച്ചുപോയി നമ്മളുടെ യുദ്ധം തുടങ്ങി വെക്കും. ഓയ് മോട്ടു എന്റെ ബ്രോ, ആ ലേസർ നെറ്റിൽ നമ്മൾ ടച്ച് ചെയ്താൽ നമ്മൾ പൊട്ടിത്തെറിക്കും ചങ്ക. നീ ആരാണ്? ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് നീ സഹായിച്ചത്? എനിക്ക് നിന്റെ അച്ഛനെ നന്നായിട്ട് അറിയാം. ഞാനാണ് നിന്നെ കണ്ടുപിടിക്കാനായി ഭൂമിയിൽ മുഴുവൻ മെസ്സേജ് അയച്ചത്. നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷായി. നീ മോട്ടു അല്ലേ? അതെ, ഞാനാണ് മോട്ടു. കാണാൻ അച്ഛനെ പോലെ തന്നെയുണ്ട്. ഇതെന്റെ കൂട്ടുകാരൻ പത്ലു, ഇത് ഡോക്ടർ ജഡ്ക, ഇൻസ്പെക്ടർ ചിങ്കം, പിന്നെ ഗസീട്ടാറാം. ഹലോ.
ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ മോട്ടോനെ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. പക്ഷെ മോട്ടോന്റെ സ്വപ്നത്തില് അവന്റെ അച്ഛൻ എങ്ങനെയാ വന്നത്? അദ്ദേഹത്തിന് ആ ശക്തിയുണ്ട്. ആരുടെ സ്വപ്നത്തിൽ വേണമെങ്കിലും കയറി ചെല്ലാൻ കഴിയും. ആരുടെയെങ്കിലും കണ്ണുകളിൽ നോക്കി മൈൻഡ് റീഡ് ചെയ്യാനും കഴിയും. അങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാനും കഴിയും. ആ ശക്തികളെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സാർക്ക് അദ്ദേഹത്തെ തടവിലാക്കിയത്. പക്ഷെ എന്റെ പെങ്ങളെ, ഇത്രയും വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് മോട്ടുവിന്റെ ഓർമ്മ എങ്ങനെയാ വന്നത്? അപ്പോൾ നീ ചെറുതായിരുന്നു, വളരെ ചെറുത്. ഇത്രയും നാൾ സാർക്കിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നിന്നെ കോണ്ടാക്ട് ചെയ്തില്ല. ഇപ്പോൾ നീ വലുതായിരിക്കുന്നു, നിനക്ക് സഹനശക്തിയുമുണ്ട്. നീ ഇപ്പൊ വലുതായതുകൊണ്ട് അദ്ദേഹത്തിന് നിന്നിൽ വിശ്വാസമുണ്ട്. അദ്ദേഹത്തെ നീ രക്ഷിക്കുമെന്ന്. എന്നെ വേഗം കൊണ്ടുപോകൂ. എന്റെ അച്ഛന്റെ അടുത്തേക്ക് എന്നെ വേഗം കൊണ്ടുപോകൂ. അദ്ദേഹത്തെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. ഇത്രയ്ക്ക് ധൃതി കാണിക്കരുത്. സാർക്ക് ഒരു അപകടകാരി മാത്രമല്ല, വളരെ സൂത്രശാലിയാണ്. നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അല്ല, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അതിനുശേഷം നിങ്ങളെ എല്ലാരെയും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാം. Watch India's largest kids library only on Jio Hotstar. Download the app now.